നിങ്ങൾ ഈ ഒരു രീതിയിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നറിയോ? നീ അന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത്, നീ അന്ന് ഇങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് വിഷമമുണ്ടായി എന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയുന്ന സമയത്ത് അവിടെ പാർട്ട്ണറെ കുറ്റക്കാരാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിഷമമുണ്ടായൊരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. പക്ഷേ അവിടെ അവരാണ് കുറ്റക്കാർ. നമ്മൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ അവരെ കുറ്റക്കാരാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഈ ഒരു സെൻറ്റൻസിലൊരു കുഞ്ഞ് ഗ്രാമാറ്റിക്കൽ ഷിഫ്റ്റ് വരുത്തിക്കൊണ്ട് നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അന്ന് അങ്ങനെ ഒരു സംസാരമുണ്ടായപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞൂടെ? സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ് വളരെ സെക്യൂറായിട്ട് നമുക്ക് ആ വ്യക്തിയോട് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അയാളുടെ മിസ്റ്റേക്ക് ഇൻറ്റേർണലി അയാൾക്ക് മനസ്സിലാവാനും നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതത്തിൽ വ്യത്യാസം വരുത്താൻ നമുക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. അയാളവിടെ ഹേർട്ട് ആവാതെ നോക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെ കുഞ്ഞു കുഞ്ഞ് വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയാൽ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പാർട്ട്ണറോടോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങളിനി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. അപ്പം ഇതേപോലുള്ള റിലേഷൻഷിപ്പ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.